അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി സാലഡ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേരയ്ക്ക ഒരെണ്ണം എടുത്തിട്ടുണ്ട്, കുക്കുംബർ, സവോള, ക്യാരറ്റ്, ബീട്രൂട്ട് എന്നിവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ തക്കാളി വേണമെങ്കിൽ അതെടുക്കാം, പേരയ്ക്ക അവോയ്ഡ് ചെയ്യാം, ആപ്പിൾ വേണമെങ്കിൽ ഇടാം, അങ്ങനെ മിക്സായിട്ട് എന്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം നമ്മൾ പിന്നെ വെള്ളക്കടല വേവിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് എടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒരു 4 വെളുത്തുള്ളി ഇട്ടു, കട്ടത്തൈര് ഒരു ടേബിൾ സ്പൂൺ ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു, ചില്ലി ഫ്ലേക്സ് ഇട്ടു, എരിവിന് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടത്, പിന്നെ ഒറിഗാനോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് കേട്ടോ എണ്ണ. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അധികം വെള്ളമില്ലാതെ ഇതുപോലെ അരച്ചെടുത്തു. എന്താ അധികം വെള്ളമില്ലാതെ അരയ്ക്കാൻ പറയുന്നത്, നമ്മൾ കുക്കുംബർ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുക്കുംബർ ചേർക്കുമ്പോൾ അതിൽ കുറേ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അത് കാരണമാണ് ഞാൻ വെള്ളം ചേർക്കാതെ മാക്സിമം അരയ്ക്കാൻ പറയണേ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഡ്രസ്സിങ് എടുത്ത് സാലഡിലിട്ടു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. ഡിന്നർ ഇന്ന് ഇതായിരുന്നു കേട്ടോ. നല്ല ഒരു ഫുഡാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ലോസ് ജേണി അതുപോലെ ഡയറ്റ് ഫോളോ ചെയ്യണവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു ഫുഡാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ വെള്ളക്കടലയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാതെ കഴിച്ചു പോവും. കാരണം ഇത് കണ്ട നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വിറ്റമിൻസും അതുപോലെ നല്ല ഫൈബർ കണ്ടൻറ്റും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് കേട്ടോ. അധികം പുളി കൂടിയാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ ക്രീമി ടെക്സ്ചറൊക്കെ വരാനായിട്ട് തൈര് ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കും വേണം കേട്ടോ, അധികം വെള്ളം ചേർക്കാതെ. എന്തായാലും സംഭവം നല്ല സൂപ്പറായിട്ടാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ബൈ.